അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. കേരള രാഷ്ട്രീയം ആകെ കലങ്ങിമറിയുകയാണ്. വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ, സംവാദങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എന്നിങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ ശ്രീമതി കെ ശൈലജ തന്റെ മുഖ്യ എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് നേരെ ഒരു ശക്തമായ ക്രൂയിസ് മിസൈൽ തന്നെ തൊടുക്കുകയാണ്. ഈ മിസൈലിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഷാഫി പറമ്പിൽ ആന്റി മിസൈൽ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നു, തകർത്തെറിയുന്നു. അപ്പോൾ ഈ മിസൈലിന്റെ ഉള്ളടക്കം, ശൈലജ ഷാഫിക്ക് നേരെ മിസൈൽ തൊടുക്കാനുണ്ടായ കാര്യകാരണങ്ങൾ, ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു സുപ്രഭാതത്തിൽ കെ ശൈലജ ഷാഫി പറമ്പിലിന് നേരെ ഒരു ശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ്. തന്റെ വ്യാജ അശ്ലീല വീഡിയോയും പോസ്റ്ററുകളും ഉപയോഗിച്ച് ഷാഫി പറമ്പിൽ വോട്ട് പിടിക്കുകയാണ്. ഇത് അങ്ങേയറ്റം നീചമാണ്, മൃഗീയമാണ് എന്നൊക്കെയാണ് കെ ശൈലജ ആരോപിക്കുന്നത്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ അതിനെ പ്രതിരോധിക്കുന്നു ശക്തമായി തന്നെ. അങ്ങനെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് എനിക്ക് വോട്ട് പിടിക്കണ്ട, എനിക്ക് ജയിക്കണ്ട, എനിക്ക് പാർലമെന്റ് മെമ്പറാകണ്ട, ശൈലജ അങ്ങനെ പറയാനുണ്ടായ കാരണങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഏതായാലും ശൈലജ പിന്നീട് മലക്കം മറിയാൻ നിർബന്ധിതമായി. ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ കടന്നുപിടിച്ചു. ശൈലജ പതുക്കെ പിന്മാറിയിട്ടും ഷാഫി പറമ്പിൽ വിടാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല. ഏതായാലും ഈ വിഷയം ഇപ്പോൾ വക്കീൽ നോട്ടീസ് ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിൽ അയച്ചിരിക്കുകയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഞാൻ ചില ചാനലുകളിലൂടെ കേട്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് കടക്കാം. ശൈലജ പറയുന്നത്, ഇത്തരം നീചമായ വൃത്തികെട്ട പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട് എന്തിനാണ് ജയിക്കാൻ നോക്കുന്നത്? ഷാഫിക്കുമില്ലേ ഉമ്മ? ഒരു ഉമ്മ പെറ്റ മകനല്ലേ ഷാഫി? ഷാഫിക്കുമില്ലേ ഉമ്മ എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ശൈലജ ഈ വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി പോലീസിന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പോലീസ് ഒരാഴ്ചയായിട്ടും പരാതിയിന്മേൽ യാതൊരുവിധ അന്വേഷണവും നടത്തിയില്ല, മേൽ നടപടികളൊന്നും തന്നെ എടുത്തില്ല എന്നും പോലീസിനെതിരെ ശൈലജ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് ചാനലുകളിലൂടെ ഞാൻ കേട്ടതാണ് ശൈലജ പറയുന്നത്. എന്നാൽ ശൈലജ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് ശൈലജയുടെ പാർട്ടിക്കാർ തന്നെയാണ്. ശൈലജയുടെ പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം, ആഭ്യന്തരമന്ത്രി അടക്കം എല്ലാം ശൈലജയുടെ പാർട്ടിയുടെ കൈകളിലാണ്. ശൈലജയ്ക്ക് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, ശൈലജയ്ക്ക് പോലീസിന്റെ സൈബർ സെല്ലിന്റെ പ്രവർത്തനം എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ല, യാതൊരുവിധ ഐഡിയയുമില്ല എന്നാണ്. ഈ കേസ് യാഥാർത്ഥ്യമാണെങ്കിൽ, ശൈലജയുടെ ആരോപണം ശരിയാണെങ്കിൽ, ഇത് ഒരു സെക്കൻഡിന്റെ താമസം മാത്രമേ ഉള്ളൂ. സൈബർ സെല്ലിലിരിക്കുന്ന പോലീസുകാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. ഇത് ആരുടെ ഫോണിൽ നിന്നുമാണ് ഇത്തരം വ്യാജ വീഡിയോ പുറപ്പെട്ടത്, ആരുടെ ഫോൺ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ആരുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഈ വ്യാജ വീഡിയോ നിർമ്മിച്ചത് എന്നെല്ലാം അറിയാൻ ഒരുപാട് ഓടി അലഞ്ഞ് നടക്കുകയൊന്നും വേണ്ട. ഒരൊറ്റ സെക്കൻഡിന്റെ താമസം മാത്രമേ ഉള്ളൂ. എന്നിട്ടും പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നില്ല എന്നാണ് ശൈലജ പറയുന്നത്. അന്വേഷിക്കാഞ്ഞിട്ടാണോ അതോ അന്വേഷിപ്പിക്കാഞ്ഞിട്ടാണോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചു പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഈ സംശയം നമുക്ക് ഈ മലയാളികളെ, കേരളീയ ജനതയെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശൈലജയുടെ ഈ ആരോപണങ്ങളെ ഷാഫി പറമ്പിൽ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം.
കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വടകര. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രത്യാരോപണങ്ങൾ ഉയർന്നതും വടകരയിൽ തന്നെയായിരിക്കണം എന്ന് വേണം പറയാൻ. ഇന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ പറയുന്നത് തന്റെ മോർഫ് ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിക്കുന്നു, തന്നെ വ്യക്തിഹത്യ നടത്തുകയാണ്, അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നാരോപിച്ചാണ് KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാനൂർ സ്ഫോടനം അടക്കം ഉന്നയിച്ച് മണ്ഡലത്തിലെ ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് തന്റെ സ്വീകരണ വേദികളിലെല്ലാം, സ്വീകരണ പോയിന്റുകളിലെല്ലാം ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരും തന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരും കൂടുന്നത് കണ്ടിട്ട് ശൈലജയ്ക്ക് വിഭ്രാന്തിയായി, ശൈലജയ്ക്ക് ഭയമായി, പേടിയായി, പരാജയപ്പെടുമല്ലോ. എന്നാൽ ഇതിനെ മറികടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു സഹതാപ തരംഗം ശൈലജയ്ക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതിന്റെ ഭാഗമായിട്ടാണ് ശൈലജ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കരഞ്ഞു പിഴിഞ്ഞുകൊണ്ട്, വിഷമിച്ചുകൊണ്ട് നന്നായി അഭിനയിക്കുകയായിരുന്നു ശൈലജ എന്നാണ് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന്റെ അനുയായികളും പാർട്ടി പ്രവർത്തകരുമെല്ലാം പറയുന്നത്. ഒരു ശക്തമായ സഹതാപ തരംഗം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പരാജയത്തിന്റെ ആഴം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഈ തെറ്റായ ആരോപണങ്ങൾ എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഏതായാലും ഷാഫി പറമ്പിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. 24 മണിക്കൂറിനകം ശൈലജ പരസ്യമായി മാപ്പ് പറയുക, ഇല്ലെങ്കിൽ കേസിന്റെ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. ഏതായാലും ഷാഫി പറമ്പിലിനെ കൊണ്ട് ഈ പരാതി പിൻവലിപ്പിക്കാൻ, ഈ വക്കീൽ നോട്ടീസ് പിൻവലിപ്പിക്കാൻ, ശൈലജയ്ക്കെതിരെയുള്ള നടപടിയിൽ നിന്നും ഷാഫിയെ പിന്തിരിപ്പിക്കാൻ അണിയറയിൽ ശക്തമായ നീക്കം നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ഏതായാലും ഷാഫി പറമ്പിലിന്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹതാപം ജനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അടുത്ത് ശൈലജയുടെ പാർട്ടി പ്രവർത്തകർ അണിയറയിൽ രമ്യതയ്ക്ക് കോംപ്രമൈസിന് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് അവസാനം കിട്ടിയ വിവരം. ഏതായാലും വലിയ താമസമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ പുറത്തു വരും. അപ്പോൾ ആ വിവരവും ഞാൻ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അധികാരം അന്തിമമായി ഷാഫിയുടേതാണ്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരുപക്ഷെ ഷാഫി പരാതി പിൻവലിച്ചേക്കാം. കേസ് നടപടികളായി പോകുന്നത് അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഉദ്ദേശിച്ച പണി പാളിപ്പോയി എന്നാണ് ഷാഫിയും ഷാഫിയുടെ അനുയായികളും പറയുന്നു. ഏതായാലും ഈ വീഡിയോയിൽ തൽക്കാലം ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.